ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 men or 12 women can do a work in 10 days. അപ്പോൾ ഒന്നിക്കെ 8 men അല്ലെങ്കിൽ 12 women can do a work in 10 days. അങ്ങനെയാണെങ്കിൽ in how many days can 4 men and 4 women can do the same work? ജസ്റ്റ് നോക്കിക്കോ, 8 men അല്ലെങ്കിൽ 12 women. അപ്പൊ 8 men 10 ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 80 man days ഈസ് ഈക്വൽ ടു 120 വുമൺ ഡേ. അങ്ങനെയാണെങ്കിൽ 2 zeros ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, മെൻ ഡേ അല്ലെങ്കിൽ 1 man day ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 3/2 വുമൺ ഡേ എന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, നമുക്ക് അറിയാം 4 men പ്ലസ് 4 women ഈസ് ഈക്വൽ ടു 120 വുമൺ ഡേ. അതാണല്ലോ തീർച്ചയായിട്ടും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. 120 വുമൺ അല്ലെങ്കിൽ 80 men, രണ്ട് രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിവിടെ 1m കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എമ്മിനെ W ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മാത്രം. അതുകൊണ്ടാണ് ഞാനിവിടെ 120 W എടുത്തത്. 120 W എന്ന് പറഞ്ഞാൽ 120 വിമൺ ഡേയ്സ് ആണ്. ദാറ്റ് മീൻസ് അവിടെ ടോട്ടൽ വർക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എമ്മിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1m എന്ന് പറഞ്ഞാൽ m തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4 into 3/2 W പ്ലസ് 4 W ഈക്വൽ ടു 120 W. അങ്ങനെയാണെങ്കിൽ ഈ 2ഉം അതുപോലെ തന്നെ ഈ 4ഉം കട്ട് ചെയ്യും. 2 into 3 ഈക്വൽ ടു 6 W പ്ലസ് 4 W ഈക്വൽ ടു 120 W. അപ്പോ ഇവര് ഒരു ദിവസം കൊണ്ട് ഇവിടെ എത്ര വർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്? ഓൾമോസ്റ്റ് 10 വുമൺ വർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 10 into എത്ര ചെയ്താലാണ് നമുക്ക് തീർച്ചയായിട്ടും 120 എത്തിക്കാൻ പറ്റുക? 10 into 12 ഡേ വർക്ക് ചെയ്താലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓപ്ഷൻ ബി 12 എന്നുള്ളതായിരിക്കും. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്ര വുമൺ ഡേയ്സിന് ഈക്വൽ ആണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തി. അത് നമുക്ക് 10 വുമൺ ഡേയ്സിനാണെന്ന് കിട്ടി. അങ്ങനെ 10 വുമൺ ഡേയ്സിന്റെ എത്ര ദിവസം വർക്ക് ചെയ്താലാണ് നമുക്ക് 120 വുമൺ ഡേയ്സ് ആക്കാൻ പറ്റുക? തീർച്ചയായിട്ടും 12 ദിവസമാണല്ലേ. 12 into 10 തീർച്ചയായിട്ടും ടോട്ടൽ വർക്ക് ആയിട്ടുള്ള 120 വുമൺ ഡേയ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B and C worked together for 5 days to build a wall, then B left the work. അപ്പൊ എയും ബിയും സിയും കൂടി എന്ത് ചെയ്യാണ്? ഒരു വാൾ ബിൽഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ജസ്റ്റ് 5 days ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം ബി ലെഫ്റ്റ് ആയി. ഓക്കെ, എ ആൻഡ് സി ടുഗദർ ഫിനിഷ്ഡ് ദ റിമൈനിങ് വർക്ക് ഇൻ 5 days. അപ്പോ ബാക്കിയുള്ള വർക്ക് എന്ത് ചെയ്യാണ്? ജസ്റ്റ് നോക്കുക, എയും ബിയും സിയും കൂടി ഓൾമോസ്റ്റ് 5 ദിവസം വർക്ക് ചെയ്തു. ഈ ബാക്കിയുള്ള വർക്ക് എ പ്ലസ് സി തീർക്കുന്നത് ഓൾമോസ്റ്റ് 5 ദിവസം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ആൻഡ് സി വർക്കിംഗ് ടുഗദർ ഫിനിഷ് ബിൽഡിംഗ് ദ വാൾ ഇഫ് ബി അലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 25 days. അതായത് ബിക്ക് മാത്രം, ബി ഒറ്റക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബിക്ക് 25 days കൊണ്ട് ആ ഒരു വാൾ തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എയും സിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ, സ്റ്റാർട്ടിങ് നിന്നിട്ടോ ആരും ഒരുമിച്ച് ബിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, എയും സിയും മാത്രം സ്ക്രാച്ചിൽ നിന്ന് ആ വാൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോ ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത്, ബി ഇൻഡിപെൻഡന്റ്ലി എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുക? ബി ഇൻഡിപെൻഡന്റ്ലി 25 ദിവസം കൊണ്ട്. ബി ഇവരെ കൂടെ എത്ര ദിവസം വർക്ക് ചെയ്തു? ഇവരെ കൂടെ ബി ഓൾമോസ്റ്റ് 5 ദിവസം വർക്ക് ചെയ്തു. മീൻസ് ബി 5/25 ഓഫ് വർക്ക് തീർത്തിട്ടുണ്ടാവില്ല. അതായത് ബി ഒറ്റക്ക് ആ വർക്ക് തീർത്തിട്ടുണ്ടാവും, ബാക്കിയുള്ളത് എയും സിയും കൂടെ ഒരുമിച്ച് തീർത്തിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് 1/5 ഓഫ് ദി വർക്ക് ഈ ഒരു 5 ദിവസം കൊണ്ട് ആര് തീർത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും അവിടെ ബി തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ 1/5 ആരാ തീർത്തത്? തീർച്ചയായിട്ടും ബി ആണ്. ബാക്കി 4/5 ആരാ തീർത്തത്? ബാക്കി 4/5 തീർത്തത് എയും സിയും കൂടിയാണ്. ആ എയും സിയും എത്ര ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ടോട്ടലി 10 days. ഓക്കെ, ബിന്റെ കൂടെ 5 days അതല്ലാതെ എയും സിയും കൂടി ഒറ്റയ്ക്ക് വേറെ 5 days. അപ്പോ അവർ എയും സിയും കൂടി 10 days വർക്ക് ചെയ്തിട്ടാണ് 4/5 ഓഫ് ദി വർക്ക് തീർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, 4/5 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 10 into 5 ഓൾമോസ്റ്റ് 3 ആണ്, 50 ആണ്. 50 divided by 4 എന്ന് പറയുമ്പോൾ 12.5 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. എയും സിയും കൂടി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് 12.5 ദിവസങ്ങൾ വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് കോസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു √3 divided by 2, അതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് വൈ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, കോസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു √3/2. നമുക്കറിയാം cos 30 ആണ് എന്തെന്ന് പറയുന്നത് √3/2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും x/y ഈസ് ഈക്വൽ ടു എത്രയാണ്? x/y എന്ന് പറയുന്നത് 30 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് sin
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. നമുക്കറിയാം സൈൻ 90 ആണ് 1 എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ആണ് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാം. എക്സ് പ്ലസ് എക്സ് 2x ആണ്, മൈനസ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 0 ആണ്, 30 പ്ലസ് 90 എത്രയാണ് 120 ആണ്, എക്സ് ഈക്വൽ ടു 60 ഡിഗ്രി വന്നു. ഓക്കെ, എക്സ് 60 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 90 മൈനസ് 60 ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് y ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മോഡ് ആൻഡ് മീൻ ഓഫ് എ ഡാറ്റ ഈസ് 18 ആൻഡ് 21 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ മോഡും അതുപോലെ തന്നെ മീനും കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 18 ഉം 21 ആണ്. അങ്ങനെയാണെങ്കിൽ മീഡിയന് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലൊക്കെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതിയാവും, ഇൻറ്റു 2 മീന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡ് എന്ന് പറയുന്നത് 18 ആണ്. 18 ഈസ് ഈക്വൽ ടു മീഡിയൻ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത് അല്ലേ. അപ്പൊ 3m എന്ന് കൊടുക്കാം മീഡിയൻ ഇട്ട ഞാൻ, മൈനസ് 2 ഇൻറ്റു മീൻ എത്രയാണ് ഇവിടെ 21 ആണ്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 21 42 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് 42 ആവും. അപ്പൊ 3m ഈസ് ഈക്വൽ ടു 60 വന്നു, m ഈസ് ഈക്വൽ ടു 20 ആയിരിക്കും ആൻസർ. അതായത് മീഡിയൻ എത്ര വരിക? ഇവിടെ 20 ആണ് വരിക. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ കോട്ട് ഈസ് പ്രൈസ്ഡ് അറ്റ് 6000. ഇൻ ദ സെയിൽ ഇറ്റ്സ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 25%. അപ്പൊ 6000 നിന്ന് അതിന്റെ സെയിൽ 25% ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ്. 25% റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ 1/4 റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ 1/4 എന്ന് പറയുമ്പോൾ 1500 ആണ്. 1500 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 4500 ഉണ്ടാവും. ആഫ്റ്റർ ദ സെയിൽ ഇറ്റ്സ് പ്രൈസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 25%. ഇനി ഈ ഒരു പ്രൈസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? 25% ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് എത്ര വരും? നിങ്ങൾക്കറിയാം 45 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 45 ഇൻറ്റു 2 90. വീണ്ടും നെക്സ്റ്റ് 150 വന്നു, 150ഉം 225. ഓക്കെ, 225 00 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 225 00 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5625 ആണ് നമ്മുടെ ആ ഒരു സെയിലിന്റെ ശേഷമുള്ള കോട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 5 km/h. അപ്പൊ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് 5 km/h ആണ്. അതുപോലെ തന്നെ ഇനി സ്പീഡ് ഓഫ് സ്ട്രീം ഉണ്ടാവും. ഓക്കെ, സ്പീഡ് ഓഫ് സ്ട്രീം ആയിരിക്കും മിക്കവാറും നമുക്ക് കാണേണ്ടതായിട്ടുണ്ടാവും. അതിനാൽ SS എന്നാണ് കൊടുക്കുന്നത്. ഇഫ് ഹി ക്യാൻ ട്രാവൽ 26 km ഡൗൺ സ്ട്രീം ആൻഡ് 14 km upstream in same time. ടൈം ഈക്വൽ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഫസ്റ്റത്തെ ഡൗൺ സ്ട്രീമിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 26 ആണ്. 26 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കാം. ഡൗൺ സ്ട്രീം ആവുമ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിന്റെ സ്പീഡും കിട്ടും, അതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്ട്രീമിന്റെ സ്പീഡും കൂടി കിട്ടും. ഈസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 5 മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം. സ്പീഡ് ഓഫ് സ്ട്രീം എന്ത് ചെയ്യും? നമുക്ക് അഗെയിൻസ്റ്റ് ആണ് വരിക അപ് സ്ട്രീം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? 200 ഡിവൈഡ് ചെയ്യാണ്, 13 വന്നു. ഇവിടെ 200 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 7 വന്നു. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 13 65 ആണ്, മൈനസ് 13 സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 5 35 പ്ലസ് 7 സ്പീഡ് ഓഫ് സ്ട്രീം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 35നെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൈനസ് ആവും. അപ്പൊ 30 ഈസ് ഈക്വൽ ടു ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വരും? 20 സ്പീഡ് ഓഫ് സ്ട്രീം വരും. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 1.5 വരും. ഓപ്ഷൻ എ 1.5 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. Next question, a man invested on simple interest 1/4 of his capital at 7% per annum. So P/4 into 7 into okay 1 year നാണ് അല്ലേ? ടോട്ടൽ 1 year നാണ്. 1 divided by 100 plus next നോക്കാം another 1/4 of the capital. Okay, 1/4 of the capital at 8% per annum. 8 into 1 divided by 100 and the remaining capital. അപ്പോ ഇവിടെ ടോട്ടൽ P ആണ്. P യിൽ നിന്ന് P/4 പോയി, അടുത്തത് നെക്സ്റ്റ് ഒരു P/4 കൂടി പോയി. അപ്പൊ ഞാൻ ഇവിടെ 4P/4 എന്ന് കൊടുക്കാം. 4P/4 എന്ന് കൊടുക്കാണ്. 4P യിൽ നിന്ന് ഫസ്റ്റ് ഒരു P പോയി, അപ്പൊ 3P/4 ആയി. വീണ്ടും ഒരു P പോയി, അപ്പൊ 2P/4 ആയി. ഓക്കെ, 2P/4 എന്ന് പറയുമ്പോൾ ജസ്റ്റ് P/2 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. P/2 ആണ് ഇനി ബാക്കിയുള്ളത്. P/2 into 10% per annum into 1 divided by 100 is equal to ഇൻട്രസ്റ്റ് ചെയ്യേണ്ട എത്രയാണ്? 700 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നോക്കാം 7P divided by 4 plus 8P divided by 4 plus 10P divided by 2 is equal to
70,000. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 20 ആക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ 4 ആക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ ഡിനോമിനേറ്റർ ഈക്വൽ ആയി ഞാൻ അതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. 7 + 8 15 ആണ്. 15 + 20 35 ആണ്. 35p ഡിവൈഡഡ് ബൈ 4 is equal to 70,000. ഓക്കെ, 70,000. ഒരു 0 കട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു 35ഉം ഈ ഒരു 70ഉം കട്ട് ചെയ്ത് ഇവിടെ 2 വന്നു. p is equal to 2 × 4 8 ആണ്. 80. അങ്ങനെയാണെങ്കിൽ p is equal to ഇവിടെ ഈ 2 0 കട്ട് ആയിട്ടുണ്ട്. ബാക്കി 2000 ആണുള്ളത്. p is equal to 2000 × 4 that means 8000 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the sum of two numbers is 14 and their quotient is 5/2. Sum of two numbers x plus y is equal to 14 and x divided by y is equal to 5/2. അങ്ങനെയാണെങ്കിൽ the numbers are, ഇപ്പൊ നമുക്ക് പറയാം x 5n ആണെന്ന് പറയാം, അതുപോലെ തന്നെ y 2n ആണെന്ന് പറയാം. ജസ്റ്റ് നോക്കാം, 5n plus 2n is equal to 14. ഓക്കെ, 7n is equal to 14. അങ്ങനെയാണെങ്കിൽ n is equal to 2. ഇപ്പൊ നമ്മളോട് നമ്പേഴ്സ് ഏതൊക്കെയാണല്ലോ ചോദിച്ചിട്ടുള്ളത്. എക്സ് ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് 5 × 2 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 10 ആണ്. രണ്ടാമത്തെ നമ്പർ 2 × 2 ദാറ്റ് മീൻസ് 4 ആണ്. 10ഉം 4ഉം ആയിരിക്കും ആ രണ്ട് നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ദ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 10 years ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ജസ്റ്റ് നോക്കിക്കോ, p × 1 + r/100 ഹോൾ റേസ് ടു 10 is equal to 2p ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ 2p ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 4 times? 4 times എത്ര കാലം കൊണ്ടാണ് ആവുക എന്നുള്ളതാണ്. ജസ്റ്റ് നോക്കിക്കോ, p × 1 + r/100 ഹോൾ റേസ് ടു n നമുക്കറിയില്ല, n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഈസ് ഈക്വൽ ടു 4p ആണ്. പിയും ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 + r/100 ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു, ഇവിടെ 4നെ ഞാൻ എന്ത് പറയാണ്, 2² എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ 1 + r/100 ഹോൾ റേസ് ടു n is equal to, നമുക്ക് 2 എന്താണെന്നുള്ള ഓൾറെഡി അറിയാം. 2 is equal to എന്താണ്, 1 + r/100 ഹോൾ റേസ് ടു 10 ആണല്ലോ. പിന്നെ അതിന്റെ ഒരു ഹോൾ റേസ് ടു ഒരു സ്ക്വയർ കൂടി ബാക്കിയുണ്ട്. 2 മാത്രമാണ് ഞാൻ ഇവിടെ 10 വരെ കൊടുത്തത്. അതിന്റെ ഹോൾ റേസ് ടു ഒരു 2 കൂടി ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 + r/100 ഹോൾ റേസ് ടു n is equal to 1 + r/100 ഹോൾ റേസ് ടു 10 × 2 20 ആവും. അപ്പൊ n is equal to എത്ര വരുന്നത്, 20 ആണ്. കാരണം ബേസ് രണ്ടും സെയിം ആവുമ്പോൾ n is equal to എത്ര വരും, 20 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത്ര ഈസി ആയിട്ട് നമ്മൾ അതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ലൈൻ ABCDEF ഇന്റർസെക്ട് അറ്റ് P. 3 ലൈൻസ് ആണ്, അത് പിയിൽ എന്ത് ചെയ്യാണ്, ഇന്റർസെക്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക, CD എന്നുള്ള ലൈൻ കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലെ, അതായത് ഒരു സ്ട്രേറ്റ് ലൈനിന്റെ മേലുള്ള ടോട്ടൽ ആംഗിൾ, ഒരു ഹാഫ് സർക്കിളിന്റെ ആംഗിൾ ഒക്കെ എത്രയായിരിക്കും, 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ആംഗിൾ എത്രയാ വരിക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. 180 മൈനസ് 60 + 50 110 ആണ്. 116 ചെയ്യാം. ഈക്വൽ ടു അവിടെ ഓൾമോസ്റ്റ് എത്ര വരും, 64 വരും. 64 ഡിഗ്രിയാണ് ഈ ആംഗിൾ വരിക. ഈ ആംഗിൾ 64 വന്നാൽ അതിന്റെ ഓപ്പോസിറ്റിൽ ഈ ഒരു ആംഗിളും 64 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഇഫ് PB is equal to PF, PB is equal to PF ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് PBF, ഈ ഒരു ആംഗിൾ എത്രയാണെന്നുള്ളതായിരിക്കും ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് ലൈൻസും ലെങ്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിളും, അതായത് ബിയും എഫും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, ബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 - 64 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 180 - 64 എന്ന് പറയുന്നത് 116 ആണ്. 116 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 58 ഡിഗ്രി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.